മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന അതിമനോഹരമായൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മലപ്പുറംകാർക്ക് ഏകദേശം ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് എവിടെയാണെന്ന്. ഇതാണ് കോട്ടക്കുന്ന്. ഈ കോട്ടക്കുന്നിനൊരു ചരിത്രമുണ്ട്. പണ്ട് സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത് ഇവിടെ ഒരു മൺകോട്ട ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് പിന്നീട് കോട്ടക്കുന്ന് എന്ന് പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നു. പിൽക്കാലത്ത് മൈസൂർ രാജാക്കന്മാരായിരുന്ന ഹൈദരലിയും ടിപ്പു സുൽത്താനും ഈ ഒരു പ്രദേശം കീഴടക്കുമ്പോൾ അവരുടെ പ്രധാന സൈനിക താവളങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ടിപ്പു സുൽത്താന് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും ബ്രിട്ടീഷുകാരുടെ സുപ്രധാന താവളങ്ങളിൽ ഒന്നായി മാറി ഈ കോട്ടക്കുന്ന്. മലപ്പുറം നഗരത്തെ മുഴുവൻ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധം ഉയരമുള്ളൊരു പ്രദേശം എന്നൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ഈ കോട്ടക്കുന്നിന്. അക്കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പീരങ്കികളും തോക്കുകളും ഗർജിച്ചിരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ഇത്. അതുമാത്രമല്ല, മലബാർ കലാപത്തിന്റെ ഇതിഹാസ നായകനായിരുന്ന വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹപ്രകാരം കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ മാറ്റി അദ്ദേഹത്തിനു നേരെ വന്ന വെടിയുണ്ടകളെ നെഞ്ചു വിരിച്ച് നേരിട്ട് ധീര രക്തസാക്ഷിത്വം വരിച്ച മണ്ണുകൂടിയാണിത്, വാര്യൻകുന്നന്റെ മണ്ണ്. ഇവിടുത്തെ ഓരോ മൺതരിക്കും വീശുന്ന കാറ്റിനും പറയാനുണ്ട് നൂറ് നൂറ് കഥകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.